നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന KS എക്സാം നടക്കാൻ പോവുകയാണല്ലോ. ഇതിൻ്റെ എക്സാം പാറ്റേൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ഒരു മാതൃക വെച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഗവൺമെൻറ് ജോബിലോട്ടുള്ളൊരു പരീക്ഷയാണിത്. അതുകൊണ്ട് തന്നെ UPSCക്ക് സമാനമായിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ തന്നെയാണ് KSൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പല രീതിയിലുള്ള സ്കില്ലുകൾ ഈ പരീക്ഷയ്ക്ക് അളക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ്, നിങ്ങളുടെ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി, നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം അളക്കുന്ന രൂപത്തിലുള്ള ഒരു എക്സാം ആയിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാം ആണ്. ഇതിൻ്റെ പ്രിലിംസ് എക്സാമിന് നമുക്ക് 2 പേപ്പേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പേപ്പറാണ്, രണ്ടാമത്തെ പേപ്പറും ഒബ്ജക്റ്റീവ് പേപ്പർ തന്നെയാണ്. ഇനി ഇതിന് ശേഷം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ഒരു മെയിൻസ് എക്സാം എഴുതുന്നുണ്ടാവും. ഈ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പേപ്പറാണ്, ഒബ്ജക്റ്റീവ് അല്ല. OMRൽ ബബിൾ ചെയ്യുന്ന ഒരു പരീക്ഷയല്ല, പകരം ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ബുക്ക്ലെറ്റിൽ വളരെ കൃത്യമായിട്ട് എഴുതേണ്ട ഒരു പരീക്ഷയാണ്. മെയിൻസ് എക്സാമിലോട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് 3 പേപ്പറുകളാണുള്ളത്. ഓരോ പേപ്പറും 100 മാർക്സ് വീതമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസിൻ്റെ ആണെങ്കിലും മെയിൻസിൻ്റെ ആണെങ്കിലും സിലബസ് ഏറെക്കുറെ സെയിം തന്നെയാണ്. സിലബസിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളില്ല. പ്രിലിംസിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ആൻഡ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ആണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റ് അത് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടും കേരള റിലേറ്റഡ് ആയിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കൂടാതെ ജനറൽ ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ് പോലുള്ള സബ്ജക്റ്റുകളുണ്ട്. ഇനി മെയിൻസും പ്രിലിംസും തമ്മിൽ ആകെ വ്യത്യാസം വരുന്നത് 1-2 കാര്യങ്ങളിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസിലുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ മെയിൻസിന് നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. ഇനി മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിലോട്ട് പോകും. ഇൻ്റർവ്യൂവിൽ നമ്മൾ കൂടുതലും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിട്ടാണ് അതിനെ അവർ ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മത്സരമായിട്ടാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അതിൽ PSC തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലോട്ട് നമ്മൾ പോവുകയും അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ആകാം. ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൽ ചോദ്യമായിട്ട് വരുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിലിംസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാർക്കിന് കാര്യമായിട്ടുള്ള റിലവൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂയുടെയും മാർക്കിനാണ് പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത്. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂയുടെയും മാർക്കായിട്ടുള്ള 300+50 350 മാർക്ക്, അതിൽ അറൗണ്ട് 50% നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KS എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 50% മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സാം എളുപ്പത്തിൽ തന്നെ നേടാൻ പറ്റാവുന്നതാണ്.